ഗ്രൂപ്പ് നോക്കാതെ വിജയം മാത്രം നോക്കി സ്ഥാനാർത്ഥികളെ നിർത്തിയതുകൊണ്ട് കോഴിക്കോട് ജില്ലയിൽ നേട്ടമുണ്ടാകുമെന്ന് കെപിസിസി വൈസ് പ്രസിഡന്റ് ടി സിദ്ദീഖ്. കൊട്ടിക്കലാശ ദിവസം സ്ഥാനാർത്ഥികൾക്ക് കുടുംബസമേതം വീട് കയറി വോട്ട് ചോദിക്കുകയാണ്. സിദ്ദീഖ് റഹീസ് റഷീദ് തയ്യാറാക്കിയ റിപ്പോർട്ട് കാണാം. നാടിളക്കിയുള്ള കൊട്ടിക്കലാശ ദിവസത്തെ പ്രചാരണത്തിലാണ് പാർട്ടി പ്രവർത്തകർ. അവർക്കൊപ്പം പ്രധാനപ്പെട്ട നേതാക്കളും തെരഞ്ഞെടുപ്പിൻ്റെ വാർ റൂമിൽ നിന്ന് ഇറങ്ങി വീടുകൾ കയറി വോട്ട് ചോദിക്കുന്നുണ്ട്. നമ്മളിപ്പോൾ ഉള്ളത് കെപിസിസി വൈസ് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ടി സിദ്ദീഖാണ്. കോഴിക്കോട് കോർപ്പറേഷനിൽ മത്സരിക്കുന്ന വി ടി നിഹാലിന് വേണ്ടി, പുതിയറ വാർഡിൽ നിന്ന് മത്സരിക്കുന്ന വി ടി നിഹാലിന് വേണ്ടി വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. ഇതുപോലെ പല നേതാക്കളും UDF LDF വ്യത്യാസമില്ലാതെ ഓരോ വീടുകൾ കയറി വോട്ട് തേടുന്നു. കോഴിക്കോട് എല്ലാ കാലത്തും LDFിനൊപ്പം ജില്ല മൊത്തത്തിലെടുത്ത് നോക്കിയാൽ 2010 UDFന് തരംഗമുണ്ടായപ്പോഴും LDFിനൊപ്പം നിന്നൊരു ജില്ലയാണ്. ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള അട്ടിമറി സംഭവിക്കുമോ? ഈ തവണ 2020 പാർലമെൻറ്റ് തിരഞ്ഞെടുപ്പിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു വലിയ മാറ്റം ഈ തിരഞ്ഞെടുപ്പിൽ പ്രകടമാണ്. ജില്ലാ പഞ്ചായത്തിൻ്റെ കാര്യം എടുത്താൽ ജില്ലാ പഞ്ചായത്ത് ഡിവിഷനുകളിൽ ഐക്യജനാധിപത്യ മുന്നണി 2010 ഒരൊറ്റ സീറ്റിൻ്റെ വ്യത്യാസത്തിനാണ്, ഞങ്ങളുടെ തന്നെ ചില നോട്ടക്കുറവുകൾ കൊണ്ട് സംഭവിച്ചതാണ്. ഇത്തവണ ജില്ലാ പഞ്ചായത്തിൽ ഐക്യജനാധിപത്യ മുന്നണി എന്ത് തന്നെയായാലും ഞങ്ങൾ ഭരണം പിടിച്ചിരിക്കും. അതിൽ ഏതൊക്കെ സീറ്റ് മറിഞ്ഞു വരുമെന്നാണ് ഞങ്ങളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടതായിരിക്കുന്ന നിരവധി എണ്ണം പറഞ്ഞ നിരവധി സീറ്റുകളുണ്ട്. ഞാനിപ്പോൾ ഉദാഹരണത്തിന് പറയാം. 1 ചോറോട്, 2 എടച്ചേരി, 3 ബാലുശ്ശേരി, 4 പേരാമ്പ്ര, പന്തീരങ്കാവ് ഉൾപ്പെടെയുള്ളതായിരിക്കുന്ന നിരവധി സീറ്റുകളുണ്ട്. ഇപ്പം അതുപോലെ അരിക്കുളം സീറ്റ് തുടങ്ങി എണ്ണം പറഞ്ഞ സീറ്റുകൾ UDFിൻ്റെ കയ്യിലേക്ക് വരാൻ പോകും. കോർപ്പറേഷനിലേക്ക് വന്നാൽ UDFിൻ്റെ കഴിഞ്ഞ തവണത്തെ പ്രകടനം ദയനീയമാണെന്ന് വിശേഷിപ്പിക്കാൻ തെറ്റുണ്ടാവില്ല. ഇത്തവണ ഏതെങ്കിലും തരത്തിലുള്ള അത്ഭുതം കോർപ്പറേഷൻ സംഭവിക്കുമോ? കോഴിക്കോട് കോർപ്പറേഷനിലെ 45 കൊല്ലത്തെ ഭരണത്തിന് ഇത്തവണ 16-ാം തീയതി അന്ത്യം കുറിക്കും. ഈ പുതിയറ ഡിവിഷനിൽ KSU ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് വി ടി നിഹാലാണ് മത്സരിക്കുന്നത്. ഞങ്ങളുടെ കയ്യിൽ നിന്ന് കൈമോശം വന്നുപോയ, നഷ്ടപ്പെട്ടു പോയ സീറ്റാണ്. ഈ സീറ്റ് ഇത്തവണ തിരിച്ചു പിടിക്കും. ഇതുൾപ്പെടെ നിരവധി സീറ്റുകൾ ഞങ്ങൾ തിരിച്ചു പിടിക്കുകയും പുതുതായി പിടിക്കുകയും ചെയ്യുന്ന അവസ്ഥയാണ്. ഈ 7 നഗരസഭകൾ നിലവിൽ കൊടുവള്ളി മാത്രമാണ് UDFിനൊപ്പം ഉള്ളത്. പയ്യോളി ഉണ്ടായിരുന്നു, LJD വന്നപ്പോൾ പോയി. എത്ര നഗരസഭ UDFിന്? 7 നഗരസഭയിലും UDFിൻ്റെ സമ്പൂർണ്ണ ആധിപത്യം ഇത്തവണ ഉണ്ടാവും. അതിന് പറയാൻ പ്രധാനപ്പെട്ട കാരണമുണ്ട്. ഞങ്ങളുടെ ഏകോപനക്കുറവ് വളരെ പ്രകടമായിരുന്നു എല്ലായിടത്തും. സ്ഥാനാർത്ഥിത്വം നൽകുന്നത് ഗ്രൂപ്പിന് വീതം വയ്ക്കലായിരുന്നു നേരത്തെ. ഇത്തവണ ഞങ്ങൾ അത് നിർത്തി. ഞങ്ങൾ നിശ്ചയിച്ചിരിക്കുന്നത് ഓരോ ഇടത്തേക്ക് ഏറ്റവും കൊള്ളാവുന്ന ആ വാർഡിലെ പ്രവർത്തകന്മാരും ജനങ്ങളും പറഞ്ഞിരിക്കുന്ന സ്ഥാനാർത്ഥികളെ നിർത്തി ഏറ്റവും നല്ല മികച്ച സ്ഥാനാർത്ഥികളും ക്യാമ്പയിനിങ്ങും നടക്കുകയാണ്. ഞങ്ങളൊരു കാര്യം, വടകര മുനിസിപ്പാലിറ്റി ഞങ്ങളുടെ സ്ഥാനാർത്ഥി നിർണ്ണയം കൊണ്ട് മാത്രമാണ് കഴിഞ്ഞ കാലങ്ങളിൽ ഞങ്ങൾ പരാജയപ്പെടുന്നത്. ഞങ്ങൾ ഇത്തവണ തിരിച്ചു പിടിച്ചിരിക്കും. അറിയാത്ത വോട്ട് മറിക്കുക എന്നതാണോ നേതാവിനെ ഇറക്കേണ്ട ഉദ്ദേശിക്കുന്നത്? നമ്മൾ പ്രചരണം ഇന്ന് അവസാനിക്കുകയാണ്. അവസാനിക്കുന്ന സമയത്ത് നമ്മളുടെ ആത്മവിശ്വാസം കൂട്ടിക്കൊണ്ടാണ് എല്ലാ നേതാക്കന്മാരും ഈ വാർഡിലേക്ക് കടന്നു വരുന്നത്. പ്രവർത്തകരുടെ എണ്ണം തന്നെ കണ്ടാൽ മനസ്സിലാക്കാൻ പറ്റും. എല്ലാവരും നല്ല ആവേശത്തിലാണ്. തീർച്ചയായിട്ടും ഈ വാർഡ് 100% പിടിച്ചെടുക്കുക തന്നെ ചെയ്യും. വലിയ ആത്മവിശ്വാസത്തിലാണ് സ്ഥാനാർത്ഥി നിഹാലുള്ളത്. ടി സിദ്ദീഖ് കുടുംബത്തിനൊപ്പമാണ് പ്രചരണ രംഗത്തുള്ളത്. കോഴിക്കോട് വലിയ മുന്നേറ്റം ഉണ്ടാക്കാനാകും എന്നുള്ളൊരു പ്രതീക്ഷയാണ് ടി സിദ്ദീഖ് പങ്കുവയ്ക്കുന്നത്.